പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സന്തോഷമാണോ? ചിരിച്ചേ എല്ലാവരും. ഞാൻ സാധാരണ ദൈവം എനിക്ക് ഒരുക്കുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇന്ന് സമയത്തിൻ്റെ പരിധി മൂലവും പറയണോ? ഇത്ര വലിയ കഥയൊന്നുമില്ല. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു എളിയ ദാസിയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ കഥകൾ ഇങ്ങനെ നോക്കും. കഥയൊക്കെ നോക്കി അങ്ങനെ ഒരു കഥയാണ്. ആദ്യം തന്നെ ഞാനങ്ങ് ഉരുളക്കിഴങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് ഇപ്രകാരം ഇങ്ങനെ ഒരു അവസരം ഈ ദേശത്ത് വന്ന് ഞങ്ങൾക്കൊരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്ക് പ്രത്യേകിച്ച്, എൻ്റെ മുമ്പിലിരിക്കുന്ന കുറച്ചു പേരെ അല്ല ഞാൻ കാണുന്നത്, ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലും കടകളിലും വണ്ടി ഓടിക്കുന്നവരും നമുക്ക് രുചികരമായ നല്ല ബോണ്ടയും ബജ്ജിയും ഒക്കെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ ബജ്ജിക്കാരൻ ചേട്ടനെ അടക്കം അങ്ങനെ എല്ലാവരെയും ഞാനിവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി ലീല അമ്മച്ചി, നിങ്ങളുടെ എല്ലാവരുടെയും അമ്മച്ചി, പ്രിയ ചിന്നമ്മ ആൻറ്റി, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവ് ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഈ ബഥേൽ സിസ്റ്റേഴ്സ് എന്ന്. 2-3-4 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ കുറഞ്ഞ സമയങ്ങളിൽ പ്രിയ മാതാവിൻ്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വളരെയേറെ ഹൃദയത്തിൽ സ്പർശിക്കുകയും കുറച്ചൊക്കെ അവരെയൊക്കെ അനുകരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഒട്ടും നടക്കാറൊന്നുമില്ല. എങ്കിലും എല്ലാറ്റിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് പോകാം. ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇഷ്ടമല്ലേ? ചുമ്മാ പറയരുത്. ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടമല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ. ആരുമില്ല. ഈ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല. പിന്നെ ഞങ്ങളെപ്പോലൊക്കെ 10-50 വയസ്സൊക്കെ ആകാറാവുമ്പോൾ ഗ്യാസൊക്കെ കയറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷുഗറൊക്കെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് ഉരുളക്കിഴങ്ങിനോട് ഒരു ഇച്ചിരി ഇഷ്ടക്കുറവുണ്ടാവും അല്ലേ? അതുവരെയും ഉരുളക്കിഴങ്ങ് എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ്. നമുക്കൊരു ക്ലാസ് മുറിയിലേക്ക് പോകാം. ഒരു ടീച്ചർ, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, സൺഡേ സ്കൂൾ ടീച്ചർ, ആ ടീച്ചർ ഒരു ദിവസം കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ എല്ലാവരും ഉരുളക്കിഴങ്ങ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഉരുളക്കിഴങ്ങ്, ചെളി പിടിച്ചതൊന്നുമല്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ഉരുളക്കിഴങ്ങ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കുട്ടികളെല്ലാവരും പിറ്റേ ദിവസം വീട്ടിൽ ചെന്ന് അന്ന് തന്നെ പറഞ്ഞു, അമ്മേ അടുത്ത ആഴ്ച വരുമ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരണമെന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു. എടാ ഇതെന്താ ഉരുളക്കിഴങ്ങ്, നിങ്ങളെന്തോ സാമ്പാർ വയ്ക്കാൻ പോവുകയാണോ എന്നൊക്കെ മാതാപിതാക്കന്മാർ ചിന്തിച്ച് കാണും. കുഞ്ഞുങ്ങളെല്ലാവരും ഉരുളക്കിഴങ്ങുമായിട്ട് സ്കൂളിലേക്ക് ചെന്നിട്ട് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത വ്യക്തികളുടെ പേര് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറുതായിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേരിങ്ങനെ ആലോചിച്ചു, അല്ലേ? നമുക്കൊക്കെ കാണാം, നമ്മളൊക്കെ എത്രയൊക്കെ ദൈവമക്കളാണെന്നൊക്കെ പറഞ്ഞാലും ചിലതങ്ങ് ക്ഷമിക്കാനും ചിലതങ്ങ് പൊറുക്കാനും ചിലതൊക്കെ അങ്ങ് മറക്കാൻ നമുക്ക് വലിയ പാടാണ്. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു? അവർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത, അവരെ വിഷമിപ്പിച്ചിട്ടുള്ളത്, അവർക്ക് കണ്ടുകൂടാത്ത ചില വ്യക്തികളുടെ പേരൊക്കെ അതിനകത്ത് എഴുതി വെച്ചു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഇതുമായിട്ട് വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു. ദിവസങ്ങളോളം കുഞ്ഞുങ്ങൾ വീട്ടിൽ പോകും, തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ അത് കൊണ്ടുവരും, പിന്നെയും കൊണ്ടുവരും. അവരതിങ്ങനെ കൊണ്ടു നടക്കാൻ തുടങ്ങി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് ചീഞ്ഞളിയാൻ തുടങ്ങി. ഒരു ടൈമൊക്കെ ആകുമ്പോൾ പച്ചക്കറികളല്ലേ, ഇത് ചീഞ്ഞ് അളിയാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിക്കുക? നല്ല സ്മെല്ലായിരിക്കും അല്ലേ? ഏത് വസ്തുവും, എത്ര മനോഹരമായ വസ്തുവും എത്ര നല്ലതും ചീഞ്ഞു പോയാൽ ആ സ്മെല്ല് നമുക്ക് താങ്ങാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുമ്പോൾ അവിടെയും സ്മെല്ല്, ഇവർ പോകുന്ന ബസ്സിലെ സ്മെല്ല്, ഇവർ ഏതിലെ പോയാലും ഈ ചീത്ത മണം, വീട്ടിൽ ചെന്നാൽ അവിടെയും മണം. അവസാനം അവരുടെ അമ്മയെല്ലാം പറഞ്ഞു തുടങ്ങി, നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറിനും ഒക്കെ വല്ല അസുഖമുണ്ടോ? എന്തിനാണ് ഈ ചീഞ്ഞ ഉരുളക്കിഴങ്ങുമായിട്ട് നടക്കാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം കുഞ്ഞുങ്ങളോട് ടീച്ചർ ചോദിച്ചു, എങ്ങനെയുണ്ട് മക്കളെ? അപ്പോൾ പിള്ളേർ പറഞ്ഞു, ടീച്ചറെ ഇനി ഞങ്ങൾക്കിത് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഇതിനി ഞങ്ങളുടെ കയ്യിലിരുന്നാൽ ഞങ്ങളും ചീഞ്ഞു പോവും, ഞങ്ങളുടെ കൂടെയുള്ളവരും ചീഞ്ഞു പോവും, ഞങ്ങൾ ആരൊക്കെയായിട്ട് ഇടപെടുന്നോ എല്ലാവരും ചീത്തയായി പോവും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇത് പറ്റത്തില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ആ എഴുതി വെച്ച വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുന്നു, യേശു
നമ്മളോട് ക്ഷമിച്ചതുപോലെ ഞാൻ അങ്ങ് ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞ് അത് വലിച്ചെറിയാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളതെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞു. അവരങ്ങനെ പറഞ്ഞു, ഞാൻ ക്ഷമിക്കുന്നു, എന്നോട് ചെയ്തത്, എനിക്ക് മറക്കുവാൻ കഴിയാത്തത്, എനിക്ക് പൊറുക്കുവാൻ കഴിയാത്തത്, എന്നെ തള്ളിപ്പറഞ്ഞത്, എന്നെ നിന്ദിച്ചത്, അതൊക്കെയും ഞാൻ ക്ഷമിക്കുകയാണ് ആ വ്യക്തിയോട് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളതെല്ലാം എറിഞ്ഞു കളഞ്ഞ് അവർ കൈയെല്ലാം കഴുകി വന്ന് ടീച്ചർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൽ സുഗന്ധം പരക്കാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലുമൊക്കെ കയ്പും വിദ്വേഷവും വേദനയും, ഒരുപക്ഷെ മറക്കാൻ പറ്റാത്തത്, പൊറുക്കാൻ പറ്റാത്തത്, ക്ഷമിക്കാൻ പറ്റാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മറക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കാം. എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട്, ഞാൻ കരുതിയിട്ട്, ഞാൻ കൊടുത്തിട്ട്, ഞാൻ ഇതിങ്ങനെയെല്ലാം ചെയ്തിട്ട് എൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ക്ഷമിക്കുക. കാരണം നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചതാണ്. കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നതും നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതും, അല്ലേ? ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ കഥ എന്നൊക്കെ കേട്ടപ്പോൾ വലിയ കഥയൊക്കെ പ്രതീക്ഷിച്ച് കാണുമല്ലേ? എങ്കിലും ഞാൻ വിചാരിക്കുന്നു ഈ കുഞ്ഞു കഥയിൽ കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം, എനിക്ക് തോന്നുന്നില്ല ആ കഥയുടെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന്. എൻ്റെ മുമ്പിൽ വളരെ നിഷ്കളങ്കരായ കുറച്ച് ആളുകളാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു, ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്നതിന്. എൻ്റെ കൊച്ചു സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. എനിക്ക് സത്യത്തിൽ ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ എനിക്കറിയാം, വിശ്വാസത്തിന് വേണ്ടി എന്നേക്കാൾ വില കൊടുത്തവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നറിയാം. അതിൻ്റെ 4/1 പോലും വില കൊടുത്തിറങ്ങിയവളല്ല എന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴറിയാം. എങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും യേശു ആരെന്നറിയാതെ 20 വയസ്സ് വരെയും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി എന്ന സ്ഥലത്ത് മാങ്ങാട്ടൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും. എനിക്ക് മാതാപിതാക്കന്മാരും 2 സഹോദരങ്ങളുമാണുള്ളത്. എനിക്ക് 2 ചേട്ടന്മാരാണ്. എന്നാൽ 3 വർഷം മുമ്പ് എൻ്റെ മൂത്ത ചേട്ടൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ അവരുടെ ഒക്കെ ഓമന മകളായി വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പറഞ്ഞല്ലോ, ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനി ആയിരുന്നു എന്ന്. ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ക്രിസ്തീയ മതത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരിക്കലും യേശുവിനെ വാസ്തവമായി അറിയണമെന്നില്ല. ഞാൻ പള്ളിയിലൊക്കെ പോകും, സൺഡേ സ്കൂളിലൊക്കെ പോകും, എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സമാധാനം എന്ന് പറയുന്ന ഒന്ന് ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ പിതാവ് മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഒരു മദ്യപാനിയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മദ്യപാനിക്ക് ഇല്ലാത്ത ചില നല്ല സ്വഭാവങ്ങൾ എൻ്റെ അപ്പനുണ്ടായിരുന്നു. ഞങ്ങൾ നന്നായി പഠിക്കണമെന്നും പഠിച്ച് എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നും ചിന്തിക്കുകയും അതിനനുസരിച്ച് അഹോരാത്രം രാവുമില്ല പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഒരു പിതാവാണ് എൻ്റേത്. അതുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത്. എന്നാൽ എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും, എന്തെല്ലാം തിന്നാനും കുടിക്കാനും നല്ല വസ്ത്രങ്ങളോ ഈ ലോകത്ത് കിട്ടാവുന്ന എന്തെല്ലാം ഉണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒരു മദ്യപാനിയുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകുകയില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് പലരും പറയാറുണ്ട്, ഞാൻ എൻ്റെ മക്കളെ നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ, ഞാൻ അവർക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ, ഞാൻ അവർക്ക് അല്ലെങ്കിൽ നല്ല സ്കൂളിൽ അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ലതുപോലെ അറിയാം, ഒരു മദ്യപാനിയുടെ മക്കൾക്കും നന്നായി വളരുവാൻ സാധിക്കുകയില്ല. അവരെപ്പോഴും അപകർഷതാ ബോധമുള്ളവരും, അവരെപ്പോഴും ഭയപ്പെടുന്നവരും, എന്തിൽ നിന്നൊക്കെയോ ഒളിച്ചു മാറി നിൽക്കുന്നവരുമായിരിക്കും എപ്പോഴും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. സമാധാനമില്ലാത്ത നാളുകൾ, പലപ്പോഴും വീട്ടിലെ വഴക്കും പ്രയാസങ്ങളും ഒക്കെ, ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല. ഹൃദയത്തിന്റെ വേദന. ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങൾക്കും പോകും, ചിരിക്കും, കളിക്കും, വർത്താനം പറയും. പക്ഷെ ശൂന്യമായൊരു ഹൃദയം എന്നിലുണ്ടായിരുന്നു. എനിക്കൊരു സന്തോഷമില്ല. പല നാളുകളിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം?
ആത്മഹത്യയല്ലേ നല്ലത്? ഈ ലോകത്തു നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കഷ്ടതകൾ അറിയണ്ട, ഈ നിന്ന അറിയണ്ട, ഈ വേദന അറിയണ്ട, കുടുംബത്തിൽ നടക്കുന്ന കലാപങ്ങളൊന്നും അറിയണ്ടല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കണം, എല്ലാ ആഴ്ചയിലും പള്ളിയിലൊക്കെ പോയി പള്ളിയുടെ എല്ലാ വഴിപാടുകളും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് കോലഞ്ചേരിയിലാണെന്ന്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകണം. കടമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എല്ലാ വർഷവും അവിടെ പോയി അവിടുത്തെ വഴിപാടുകളൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വീട് തെണ്ടി നേർച്ചയെടുക്കുക എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഓരോ 21 വീട്, 11 വീട്, അങ്ങനെയൊക്കെ വീടുകൾ തെണ്ടി നേർച്ചയെടുത്ത് അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിടും. കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഭക്തജനങ്ങൾ ഇങ്ങനെ യാത്ര പോകും കാൽനടയായിട്ട്. അതിനൊക്കെ ഞാൻ പോകുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച്, സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച്, എൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നടക്കുമെന്ന് വിചാരിച്ച്, ഇങ്ങനെ എന്തെല്ലാം ചെയ്യാമോ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും, ശൂന്യമായിരുന്ന ഹൃദയം ഒന്ന് നിറയ്ക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതിനെല്ലാം ഞാൻ പോകുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ 20 വയസ്സ് വരെ എനിക്ക് ആ സന്തോഷമോ സമാധാനമോ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, 10 വരെ പഠിച്ച് പിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞുങ്ങളോട് പറയും, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു. എന്നാൽ അത് എന്താണെന്നോ, ആ യേശു എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ടേ ഇല്ലായിരുന്നു അന്ന് വരെ. ആ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുവാനോ പറയുവാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാൻ BCom 3rd year പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, ബിൻസി, ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവർ വേറെ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, ബിൻസി വരണമെന്ന് പറഞ്ഞു. ഞാനും ടീച്ചറും തമ്മിൽ അത്രയും ഒരു അടുപ്പം വരാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട അങ്കിൾ, എൻ്റെ അമ്മയുടെ ബ്രദറും കുടുംബവും, സഹോദരനും കുടുംബവും അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അവരെന്നെ ഒരുപാട് സ്നേഹിച്ച് എന്നെ കൊണ്ടു നടന്നതായിരുന്നു എൻ്റെ ചാച്ചനും ആൻറ്റിയും. അവരെന്നെ വിളിക്കും, ബിൻസി നമുക്ക് പോകാം എന്ന് പറയും. അതിനെ തുടർന്ന് ടീച്ചറും എപ്പോഴും വിളിക്കും, ചാച്ചനും ആൻറ്റിയും ഒക്കെ വരുന്നുണ്ടല്ലോ, ബിൻസി ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് എൻ്റെ ടീച്ചർ വിളിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം അവിടെ വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 19-20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ദഹിക്കണമെന്നില്ലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കെല്ലാം ടീച്ചറിൻ്റെ വീട്ടിൽ പോയി. ആദ്യത്തെ ആഴ്ച ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതൊന്നും എനിക്ക് പറ്റിയ സ്ഥലമൊന്നും അല്ല, ഈ പറയുന്നത് ഒന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പാപബോധത്തെക്കുറിച്ചൊക്കെ അവിടെ പാസ്റ്റേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് എന്നിലെ 19-കാരിക്ക് അതങ്ങ് അംഗീകരിക്കാൻ വലിയ പാടായിരുന്നു. ഞാനന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഇതോടെ ഞങ്ങളുടെ നാട്ടിൽ പറയും കോലൊടിച്ചിട്ടെന്ന്. ഞാൻ കോലൊടിച്ചിട്ട് ഇനി ഞാൻ ഈ വഴിക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി പോരുവാനിടയായി തീർന്നു. എന്നാൽ വീണ്ടും എൻ്റെ ചാച്ചനും അമ്മായും എന്നെ വീണ്ടും വിളിക്കും, നമുക്ക് പോകാം, പ്രാർത്ഥനയ്ക്ക് പോകാം. അതുപോലെ എൻ്റെ ടീച്ചറും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവരെയൊക്കെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി, അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ, അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയൊരു വ്യക്തിയായിരുന്നു. എന്നാൽ പോകെ എനിക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആ മാറ്റത്തിന് കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശു അപ്പച്ചനാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പല രാത്രികളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ജീവിതം അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്, ഈ ജീവിതം നശിപ്പിക്കുന്നതാണ് നല്ലത് എന്ന്. എന്നാൽ എനിക്ക് മനസ്സിലായി, ആത്മഹത്യ ഒന്നും എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമല്ല. എനിക്ക് വേണ്ടി ഒരു പ്രശ്ന പരിഹാരകൻ ഒരിക്കൽ കാൽവറി ക്രൂശിൽ എൻ്റെ ശാപങ്ങളും എൻ്റെ വേദനകളും എൻ്റെ നിന്ദകളും എനിക്ക് വേണ്ടി അതെല്ലാം ചുമന്നൊഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം തേടി പോകേണ്ട, അതെൻ്റെ യേശു ക്രിസ്തു ആണെന്നുള്ള സത്യം എനിക്ക് തിരിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, ആ ഒരു യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ പിന്നീടുള്ള എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകുമ്പോഴും എല്ലാം അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഹൃദ്യമായി എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നു. ശൂന്യമായിരുന്ന എൻ്റെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിൽ പ്രത്യാശയുണ്ടായി. മുന്നോട്ട് പോകണമെന്ന് മനസ്സിലായി. എന്നെ എൻ്റെ കർത്താവ് എവിടെയെങ്കിലും പോയി നശിച്ചു പോകാനല്ല, അല്ലെങ്കിൽ ആത്മഹത്യയിൽ കൂടെ ദൈവം എനിക്ക് തന്ന ജീവിതം നശിപ്പിച്ച് കളയുവാനല്ല എന്നെ എൻ്റെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതെന്ന് മനസ്സിലായി. ആ യേശുവിനെ സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു.
അന്ന് തൊട്ട് ഇന്ന് വരെയും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഇങ്ങനെ ഒരു മാർഗത്തിലോട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് എതിർപ്പുകളും ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടുകാരിൽ നിന്നും അതുവരെ എങ്ങനെ നടന്നാലും നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, കുടിച്ച ഓടെ കിടന്നാലും ആർക്കും ഒരു പ്രശ്നമില്ല, എങ്ങനെയെല്ലാം പോയാലും ആർക്കും പ്രശ്നമില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ച് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ ചീത്തയാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ നിന്നെ അനുഭവിക്കാറുണ്ട്. എന്നാൽ ആ യേശുവിനെ അറിയുവാൻ എൻ്റെ കുടുംബത്തിലും, എനിക്ക് യേശുവിനെ അറിഞ്ഞതുമൂലം എൻ്റെ കുടുംബത്തിലും ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഞാനിതെല്ലാം വളരെ ചുരുക്കി പറയുകയാണ്. നമുക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ ഈ പെന്തക്കോസ്തിൽ കൊച്ചു പെൺപിള്ളേരൊക്കെ പോയി കഴിയുമ്പോൾ കേൾക്കുന്ന ഒരു സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്, ഇവൾക്ക് നല്ല ചെറുക്കനെ കിട്ടത്തില്ല, അല്ലേ, അല്ലെങ്കിൽ നല്ല പെണ്ണിനെ കിട്ടത്തില്ല, നല്ല ചെറുക്കനെ കിട്ടത്തില്ല എന്നൊരു വാക്ക് ഇപ്പോഴും ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് നല്ല ചെറുക്കനെ ദൈവം ഒരുക്കി തന്നു. ചെറുക്കനെ കിട്ടുന്നതല്ല ഏറ്റവും വലിയ കാര്യം, ഞാൻ പറയുകയാണ്. എങ്കിലും എനിക്ക് നല്ല ചെറുക്കനെ തന്നെ എൻ്റെ ദൈവം ഒരുക്കിയത്. ചെറുക്കനെ ഒരുക്കി എന്നല്ല, കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തോടെ സേവിക്കുന്ന ഒരു ഭവനത്തെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. എല്ലാ നന്മകളാലും എൻ്റെ ദൈവം എന്നെ നടത്തി. അനേക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവം കരം പിടിച്ച് നടത്തി. ആത്മഹത്യ ഞാൻ ഇവിടെ പറയുകയാണ് പരസ്യമായി. എന്നെ ആരെങ്കിലും ഇതിൻ്റെ അകത്തല്ലാതെ ഈ ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, ആത്മഹത്യ ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരമല്ല. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ഒരു മരത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ രൂപത്തിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന് വസിക്കുവാനുള്ള ആലയമാണ്. അങ്ങനെയെങ്കിൽ ആ ശരീരത്തെ നശിപ്പിക്കുക എന്നതാണ് ആത്മഹത്യ എന്ന പ്രക്രിയയിലൂടെ നടക്കുന്നത്. ആ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങൾ എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും, എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും, നിങ്ങൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങളെ സഹായിപ്പാൻ ഒരു യേശുവുണ്ട്, നിങ്ങളെ സ്നേഹിപ്പാൻ ഒരു യേശുവുണ്ട്. ഇനി എന്നെ കേൾക്കുന്നവർ കഠിനമായ പാപജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ, എങ്ങനെയെങ്കിലും എൻ്റെ ഈ പാപജീവിതം എനിക്കൊന്ന് നിർത്തണം, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരാണോ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ, ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയം ഒന്ന് യേശുവിന് കൊടുക്കുമോ? ഞങ്ങൾ വെറും കെട്ടുകഥകൾ പറയുന്നവരല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചു ഇവിടെ നിർത്തി മൈക്ക് കൊടുത്താൽ അവർക്കൊക്കെ മണിക്കൂറുകൾ പറയുവാനുണ്ടാകും. യേശു അവരെ രക്ഷിച്ചത്, അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, അവർ തകർന്നുപോയ നാളുകളിൽ കരം പിടിച്ച് അവരെ യേശു നടത്തിയത്. വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല ഞങ്ങളുടെ കർത്താവ്. വീണ്ടും പറയുകയാണ്, ആദ്യം ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അടിയന്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.